What's up gamers? Welcome back to Minecraft. അപ്പോൾ നമ്മൾ വീണ്ടും Minecraft ആണ് നമ്മൾ എന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഒരു പാലം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ആ പാലം വെച്ചാൽ ഒരു നല്ലൊരു കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാലമാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കണ്ടേ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കേ ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയി. അപ്പൊ എന്തായാലും നമുക്ക് ഈ മീ വേൾഡ് കൊടുത്താൽ മതി, കാര്യമില്ല കൊടുക്കടാ, വേമ്പാടാ വേമ്പാടാ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു പാലമാണ്. പാലം ഒന്ന് ഉണ്ടാക്കണം. അതിന് നമുക്ക് ഷവല് വേണം. പൊളിയില്ല ഷവൽ. എത്ര ഷവല് വേണം? ഇത് മതി അല്ലേ? അതിരിക്കട്ടെ. ഇതിൽ ബക്കറ്റിന്റെ ആവശ്യമില്ല, വെള്ളം കയറില്ല, അതാണ് പണി. ആ ഷവൽ ഞാൻ എടുത്തിന്റെ സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ സൈഡിലേക്ക് കുഴിച്ചു വയ്ക്കാം. ഇത്ര മതിയോല്ലേ? വേണ്ട, കുറച്ചും കൂടെ ഒഴിച്ചു വെക്കാം. കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടെണ്ണം കുഴിച്ചില്ല താഴെ. ഇത് സ്ക്വയർ വെട്ടി പോലെ ഇരിക്കുന്നത് പെട്ടി. ഫസ്റ്റ് നമ്മൾ എന്താണ് ഗസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ലാവ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏജിലൊക്കെ പോവാം. ലാവയുടെയാണ് ആവശ്യം. നമുക്ക് കുറച്ച് ലാവ ഒഴിച്ചേക്കാം. ഈ മിത്ത് ഇത് മിത്തല്ല കേട്ടോ, ഇത് നമുക്ക് ടെസ്റ്റിങ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് കൂടിപ്പോയടാ, കൂടിപ്പോയി അതൊക്കെ എടുത്താന്ന് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നു. നമുക്ക് വെള്ളം ഒഴിക്കാനേ അതൊക്കെ ഈസി കേസ്. ടീൻറ്റി വേണം, വേണ്ടല്ലേ? ടീൻറ്റി ഒക്കെ ആവുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഗൈസ് അത് നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. എന്റെ ഷീൽഡ് അവിടെ ഷിറ്റ് കെടുത്തിട്ട് എല്ലാ വെള്ളങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഓക്കെ. നമുക്ക് ഇനി സ്പോഞ്ചിന്റെ ആവശ്യമുണ്ട് ഗൈസ്. സ്പോഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് സ്പോഞ്ചിന്റെ ആവശ്യമുണ്ട്. നമുക്ക് സ്പോഞ്ച് ഇവിടെ നമുക്ക് കൊടുത്തേക്കാനെ. കണ്ടില്ലേ, ഇവിടെ വെള്ളം മൊത്തം പോവാണ്. കണ്ടോ, എവിടെയും വെള്ളം കഴിഞ്ഞല്ല. ഇത് നെതർ പോർട്ടൽ ഉണ്ടാക്കുന്നത്. ലാവ പ്ലേ വന്നു തുടങ്ങി. ഇതൊക്കെ ബ്രേക്ക് ചെയ്യും. എന്റെ ബാമ്പൊക്കെ ഇപ്പൊ കത്തിപ്പോകുന്നു. ഓക്കെ, ഞാൻ നേരത്തെ നോക്കിയപ്പോ ലാവ കൂടിപ്പോ. ഇനി കൂടാതെ ഇന്നാ മതിയടാ. എല്ലാവരും മൈൻക്രാഫ്റ്റ് ഫാൻസ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ പൊങ്ങാൻ കിട്ടോ, എനിക്കൊരു വിഷയമില്ല. ഇനി മെല്ലെ ഓക്കെ. ഇപ്പോഴത്തെ സൈഡിലൊക്കെ ആയി ഞാൻ കുഴിക്കുന്നുണ്ട്. 1 2 1 2 ഓക്കെ. നമുക്ക് ഇത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കണം കേട്ടോ. അത് നമുക്ക് വെക്കണമെങ്കിൽ അത് ഈ മതിലുള്ള പിക്ചറില്ലേ അങ്ങോട്ട് പോകണം. ഇവിടെ കണ്ടില്ലേ ഗ്ലാസ്? നോർമൽ ഗ്ലാസ് തന്നെ മതി, നമ്മളൊക്കെ സീരിയസ് ആണ്. നോർമൽ ഗ്ലാസ് തന്നെ മതി, നമ്മളൊക്കെ സീരിയസ് ആണ്. നമ്മളൊക്കെ ആരാണ്? നമുക്ക് സീരിയസ് ആണ്. നോർമൽ ഗ്ലാസ് നമുക്ക് പണിയാകും. നമുക്ക് നോർമൽ ഗ്ലാസ്സേ പറ്റുള്ളൂ ഗൈസ്. അത് ട്രൈ ചെയ്യാൻ നമുക്ക് ആ നോർമൽ ഗ്ലാസ്സേ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്തായാലും നിങ്ങൾക്ക് പിസ്റ്റൺ എന്താറിയോ കാണിച്ചില്ല. ഞാൻ ഇത് വെച്ച് ഒരു ബട്ടൺ ഇല്ലല്ലോ, ബട്ടൺ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് കപ്പിൾ സ്റ്റോണിന്റെ ആണ് ആവശ്യം. നൈറ്റ് ടൈം ആവാനായി, നമുക്ക് ഉറങ്ങണ്ടേ ഗൈസ്. നമുക്ക് ഇനി ഉറങ്ങാൻ പോകണം. എന്റെ വീട്ടില് രാത്രി ആയിരിക്കുക. ഓക്കെ, നമുക്ക് ഗ്ലാസ് കയറി കളിക്കാനേ ഈസിയാണ്. ഓക്കെ, അതാണ് കപ്പിൾ സ്റ്റോൺ.
ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ കപ്പിൾ സ്റ്റോൺ എടുത്ത്, കപ്പിൾ സ്റ്റോൺ എന്താ അറിയോ, നമ്മള് സർവൈവ് മോഡിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് പിക്കാക്സ് നമ്മൾ അടുത്ത് നമ്മൾ അടിക്കില്ലേ ഗൈസ്, നമ്മൾ പിക്കാക്സ് അടിക്കുമ്പോൾ നമുക്ക് കപ്പിൾ സ്റ്റോണില്ല കിട്ടുക, അല്ലാത്ത വേറെ പഴയ സ്റ്റോണിലല്ല കിട്ടുക, നമ്മുടെ മൈനിങ്ങിലൊക്കെ ഉണ്ടാവുന്ന സ്റ്റോണിലല്ല കിട്ടുക. നമുക്ക് ട്രിപ്പിൾ വയർ വേണമെങ്കിൽ ട്രിപ്പിൾ വയറിന് നമ്മൾ അങ്ങോട്ട് പോകണം, ബെഡിലോട്ടാകും പോകും. അതേടാ, ഇതാണ് ട്രിപ്പിൾ വയർ. നമ്മുടെ സ്പൈഡറിനൊക്കെ നമ്മൾ സർവൈവ് മോഡിൽ കൊല്ലുവാണെങ്കിൽ നമുക്ക് കിട്ടും ട്രിപ്പിൾ വയർ. ഓക്കെ, നമ്മൾ ട്രിപ്പിൾ വയർ എടുത്ത് രണ്ടായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് ഗൈസ്, അത് ഈ ഒരു കാര്യം എടുത്ത് എന്താ കാര്യം, നമുക്ക് ഈ ഒരു സ്പെൻസർ അതെടുത്തിട്ട് നമ്മൾ ഈ പിസ്റ്റൺ ലൈറ്റ് നമുക്ക് വെക്കാം. പിസ്റ്റണിലല്ല, എന്തിനാ വെക്കേണ്ട, ഇതില് വേണം നമ്മൾ വെക്കാം. അതിനാണ് ഗൈസ്, നമുക്ക് ഏത് വേണമെങ്കിലും ബ്ലോക്ക് അവിടെ വെക്കാം. കപ്പിൾ സ്റ്റോണിന്റെ ഒന്നും ആവശ്യമില്ല, ഏത് വേണമെങ്കിലും നമുക്ക് ബ്ലോക്ക് വെക്കാം. ഓയോ നൈറ്റ് ആയി ഗൈസ്, ഞാൻ ഉദ്ദേശിച്ചേ നോക്കട്ടെ. നമുക്ക് ഫുഡ് ഓക്കെ നിൽക്ക്, നമുക്ക് ഫുഡ് ഐറ്റംസ് വേണമെന്നാ തോന്നുന്നത്. അങ്ങനത്തെ ലെവലിൽ കുറയുന്നുണ്ട്. ഈ ഒരു ട്രയൽ എന്നെ കുറിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണ്ട. എന്റെ വീട് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്കിത് വർക്ക് ആവുന്നതായിരിക്കും. എന്റെ പിസ്റ്റൻ ഞാൻ അവിടെ കളഞ്ഞു, പിസ്റ്റൻ ഇങ്ങോട്ട് വെച്ചില്ല. സ്പെൻസർ ട്രിപ്പിൾ വയറിന് ആവശ്യമുണ്ട്, ഷീൽഡിന്റെ ആവശ്യമുണ്ട്. ഈ ഒരു സാധനം ഞാൻ വീടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അതിന്റെ ആവശ്യമില്ല. നമുക്കിപ്പോ ഇത് നമുക്ക് വെക്കണം. നമുക്ക് ഡയമണ്ട് പ്രിന്റിന് വേണം, അത് എന്റെ കയ്യിൽ ഉണ്ടോ ഗൈസ്? ഇല്ല ഗൈസ്, ഇതാണ് എന്റെ ക്യാരക്ടർ. ഇതാണ് എന്റെ ക്യാരക്ടർ, കണ്ട കണ്ട. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ. നമുക്ക് ഇങ്ങനെ പോവണം, മേലെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോകണം. നിങ്ങൾക്കൊക്കെ എന്റെ ക്യാരക്ടർ ഏതാന്ന് അറിയാലോ. അയ്യോ, ഞാൻ എവിടെയാണ് വെച്ചത്? ഇവിടെ വെക്കാം. പിസ്റ്റം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിസ്റ്റൺ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിസ്റ്റൺ ആദ്യം കേട് വരുത്താൻ പാടില്ല. നമുക്ക് ഇത് മെഷീൻ പോലെ ആക്കാൻ പറ്റും. നമുക്ക് ഇത് എന്ത് വേണമെങ്കിലും വെക്കാം. എന്താ നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഇവിടെ കപ്പിൾ സ്റ്റോൺ വെക്കാം. പക്ഷെ നമുക്ക് കപ്പിൾ സ്റ്റോണിന്റെ ഒന്നും ആവശ്യമില്ല, ഏത് വേണമെങ്കിലും വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കപ്പിൾ സ്റ്റോൺ മാത്രം വെക്കണ്ട. ഞാൻ ബാമ്പു ആണ് വെക്കുന്നത്, എന്റെ ഫേവറേറ്റ് ആണ് ബാമ്പു. അതുകൊണ്ട് ഇവിടെ ഞാൻ നേരെ പാർക്കോർ ചെയ്ത് ഇങ്ങോട്ടെത്തിയടാ. എന്ത് കട്ടി ഞാൻ പാർക്കോർ ചെയ്ത് ഇങ്ങോട്ടെത്തി. എടാ സ്പെൻസർ പോയാൽ ഞാൻ വെച്ചില്ല. ഓക്കെ ഗൈസ്, ഇത് കറക്റ്റ് ആയോ? ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഇത് കറക്റ്റ് ആയോ ഇല്ലെന്ന്. കറക്റ്റ്. ഇതറിയാണ്ട് എനിക്ക് മണ്ടത്തനം പറ്റി. ഇത് കുറച്ച് ഇവിടെ കുഴിക്കണമായിരുന്നു, പിസ്റ്റൻ താഴെയായിരുന്നു നിൽക്കില്ല. അപ്പൊ എന്തായാലും ഈ സാധനം നിൽക്കും. രാവിലെ പണിപ്പാടും ഞാൻ എല്ലാത്തും പൊട്ടിക്കാം. ലാവയാണെങ്കിൽ പിന്നെ എല്ലാത്തും പൊട്ടിക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ട്രിപ്പിൾ വയർ വെച്ചിട്ട് തന്നെ ഇനിയുള്ള കളി നമുക്ക് ട്രിപ്പിൾ വയർ വെച്ചിട്ടാണ് കണ്ടില്ലേ. അപ്പൊ താഴത്തെ പിസ്റ്റൺ കറക്റ്റ് ആയില്ലേ, താഴത്തെ പിസ്റ്റൺ കറക്റ്റ് ആയില്ലേ, താഴത്തെ പിസ്റ്റൺ ഒക്കെ ഇപ്പൊ കറക്റ്റ് ആണ്. ഇതിപ്പോ റെഡി ആയി. ഇത് നോക്കിക്കോ, ഇത് റെഡി ആയില്ലേ. ഇത് റെഡി ആയി കാണിച്ചത് ഈ ഒരു പാലം കടന്ന് ഇപ്പത്തോടെ കടന്ന്. ഇതെന്താ എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ടുള്ള അഡ്ജസ്റ്റുള്ള പാലമാണ്. എന്നിട്ട് നേരെ നെക്സ്റ്റ് അണ്ടർഗ്രൗണ്ടിലോട്ട് എടുക്കാം. നമുക്ക് നേരെ നമുക്ക് ഇത് കൂടെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചില്ല, ഇവിടെ ഏറ്റവും
യെസ് എനിക്ക് വെളിച്ചമുണ്ട്, വെളിച്ചം വേണം. എനിക്ക് വെളിച്ചമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ടേ പണി പാടും. നേരെ നമുക്ക് ഈ ഒരു കാര്യം എടുക്കാം. നമുക്ക് കണ്ടില്ല, ഞാൻ തിരിച്ച് മേലെ കളിക്കും. വെച്ചില്ലാടാ, ബാക്കിൽ വെച്ച് പോവാ. നമുക്കിതേ ലെഫ്റ്റ് ഹാൻഡ് കണ്ടില്ലേ കണ്ട ഞാൻ കാര്യം കാണിച്ചത് എല്ലാവരും നോക്കിക്കോ. ഈ കാര്യം ഞാൻ കാണിച്ചത് നമ്മൾ എന്റെ ഹൗസിലോട്ട് കഴിയണമെങ്കിൽ ഇവിടെ വെച്ച് കണ്ടോ ഒരു ഗ്യാപ്പ്, ഇങ്ങോട്ട് നമ്മൾ കേറിയിട്ട് നമ്മൾ നേരെ പുറത്തോട്ടെത്തി. ഇങ്ങനത്തെ അണ്ടർഗ്രൗണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വെളിച്ചത്തിലാ ഉണ്ടാക്കിയേ, അതിന്റെ കണ്ണിന് നല്ല കുഴപ്പമില്ല. നമുക്ക് ആവശ്യം ഉണ്ടാ ഇത് മുടിയേക്കല്ലേ. ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് ബാംബു പ്ലാന്റ്സ് വെക്കാം. എന്റെ ഫേവറേറ്റ് ബാംബു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇത് ഞാൻ കുറെ നാളെ എന്റെ കൈ പിടിച്ചോണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ബാംബു പ്ലാന്റ്സ് ഇഷ്ടമാണ്. ബാംബു പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹൗസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഓ, ഇവിടേക്ക് ഞാൻ പറ്റില്ലല്ലേ. അതെ, ബാംബു പ്ലാന്റ്സ് എന്റെ ഫേവറേറ്റ് കാര്യമാണ്. ഞാൻ എന്തിനാണ് ബാംബു പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത്? കാരണം പറയുകയാണെങ്കിൽ എന്റെ ബാംബു പ്ലാന്റ്സ് എന്റെ കൂടെ 3-4 പ്രാവശ്യം കയ്യിലിരിക്കുന്നു. ഈ ബാംബു പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബാംബു പ്ലാന്റ്സ് എന്ന് പറയുന്നത് വീടുണ്ടാക്കുന്നതില് ബാംബു പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം എന്താ പറയുക, നമുക്ക് അണ്ടർഗ്രൗണ്ട് എക്സിറ്റ് ആണ്. നമുക്ക് അണ്ടർഗ്രൗണ്ട് എക്സിറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക കാര്യം, ഞാൻ ജസ്റ്റ് എന്റെ ഹൗസിലോട്ട് പോകണം. പിന്നെ നമുക്ക് ആദ്യം ജസ്റ്റ് ഇവിടെ കട്ട് വെക്കാം. എന്നിട്ട് എനിക്ക് ഒരു കാര്യം പറയേണ്ടി വരും. പിന്നെ നമ്മൾ എക്സിറ്റ് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കും. എക്സിറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുന്ന മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും എക്സിറ്റ് അടിക്കാം. എക്സിറ്റിന് അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് എന്തായാലും ഇവിടെ കണ്ടില്ലേ എക്സിറ്റിന് കാണിച്ചില്ല. നമ്മളിപ്പോ ആരെങ്കിലും ഇവിടെ കേറി വന്നിട്ട് അറിയാതെ ബാമ്പു പൊട്ടിക്കണം പറഞ്ഞ് ഗോൾഡൻ പൊട്ടിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ എക്സിറ്റിനായിട്ട് കാണിച്ച ശേഷം ഇവിടെ താഴെ വന്നിട്ട് നേരെ ആൾക്കാർക്ക് ഇങ്ങനെ കേറി പോകാം. നമുക്ക് ഒരു ആനിമലിനെ വളർത്തണം. അത് വളർത്തണമെന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തോളി. പിന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ലൈക്ക് ചെയ്താലേ എനിക്ക് സന്തോഷഭാവം ഉണ്ടാവുള്ളൂ. നമ്മൾ സീരിയസ് ആണ് എല്ലാം നമുക്ക് നോർമൽ കളറിൽ തന്നെ ചെയ്യണം. നമ്മുടെ നാട്ടിലുള്ള കളറിൽ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ആവുക. ഓക്കെ, ഇത് നോക്ക് കാണിച്ചുതരാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Peace out. Thank you for watching. See you next time.